വൈദ്യുതി വാങ്ങലിൽ KSEBിക്കും സംസ്ഥാനത്തിനും കനത്ത തിരിച്ചടി. കുറഞ്ഞ നിരക്കിൽ വൈദ്യുതി വാങ്ങാനുള്ള ദീർഘകാല കരാറുകൾ പുനഃസ്ഥാപിച്ച റെഗുലേറ്ററി കമ്മീഷൻ നടപടി അപ്പലേറ്റ് ട്രിബ്യൂണൽ റദ്ദാക്കി. സ്വകാര്യ കമ്പനികളുടെ ഹർജിയിലാണ് ഉത്തരവ്. VA ഗിരീഷ് വിവരങ്ങളുമായി ചേരുന്നുണ്ട് തിരുവനന്തപുരത്ത് നിന്ന്. ഗിരീഷ്, വിശദാംശങ്ങൾ ഗിരീഷ്. ശ്രീജിത്ത്, KSEBിക്കും അതോടൊപ്പം തന്നെ സംസ്ഥാനത്തെ ഉപഭോക്താക്കൾക്കും വലിയ തരത്തിലുള്ള ഒരു നേട്ടമായിരുന്നു നേരത്തെ ഉണ്ടായിരുന്നത്. അതായത് 465 മെഗാവാട്ടിന്റെ 3 കരാറുകൾ നേരത്തെ റെഗുലേറ്ററി കമ്മീഷൻ റദ്ദാക്കിയിരുന്നു. ചില സാങ്കേതികത്വം ചൂണ്ടിക്കാണിച്ചുകൊണ്ടായിരുന്നു കമ്മീഷന്റെ ഈ നടപടി. എന്നാൽ ഇതിനെതിരെ വലിയ തരത്തിലുള്ള പ്രതിഷേധമുയരുകയും സംസ്ഥാനത്ത് വലിയ തരത്തിലുള്ള വൈദ്യുതി പ്രതിസന്ധി ഇതിന്റെ ഫലമായി ഉണ്ടാവുകയും ചെയ്ത ഒരു സാഹചര്യത്തിൽ സർക്കാർ തന്നെ മുൻകൈയെടുത്ത റെഗുലേറ്ററി കമ്മീഷനെ നിർദ്ദേശം നൽകുകയായിരുന്നു. തുടർന്ന് ഈ കരാറുകൾ റെഗുലേറ്ററി കമ്മീഷൻ അംഗീകരിച്ചു. ഇതിനെതിരെ സ്വകാര്യ കമ്പനികൾ, അതായത് ജിൻഡാൽ, ജാംബുവ തുടങ്ങിയ കമ്പനികൾ കേന്ദ്ര അപ്പലേറ്റ് ട്രിബ്യൂണലിനെ സമീപിക്കുകയായിരുന്നു. ഈ ഹർജികളിലാണ് ഇപ്പോൾ അപ്പലേറ്റ് ട്രിബ്യൂണലിന്റെ സുപ്രധാനമായ ഉത്തരവ് വന്നിരിക്കുന്നത്. അതായത് ദീർഘകാല കരാറുകൾ പുനഃസ്ഥാപിച്ച റെഗുലേറ്ററി കമ്മീഷന്റെ നടപടി അപ്പലേറ്റ് ട്രിബ്യൂണൽ റദ്ദാക്കിയിരിക്കുന്നു. ഇതിൽ ഏറ്റവും പ്രധാനമായിട്ടുള്ളത് 25 വർഷത്തേക്ക് 4 രൂപ 29 പൈസ നിരക്കിൽ വൈദ്യുതി വാങ്ങുന്നതിനുള്ള കരാറുകളാണ് ഇപ്പോൾ റദ്ദാക്കപ്പെട്ടിരിക്കുന്നത് എന്നുള്ളതാണ്. നിലവിൽ 10 രൂപയ്ക്ക് ശരാശരി 10 രൂപയ്ക്ക് മുകളിലാണ് ഒരു യൂണിറ്റ് വൈദ്യുതിയുടെ വില. ഈ ഒരു സാഹചര്യത്തിൽ സംസ്ഥാനത്തിന്റെ വലിയ തരത്തിലുള്ള ബാധ്യതയാണ് ഇതിലൂടെ ഉണ്ടാകുക. ഗിരീഷ്, ഈ ഹർജിയിൽ സ്വകാര്യ കമ്പനികൾ ചൂണ്ടിക്കാട്ടിയ പ്രധാനമായും ഉയർത്തിയ വാദങ്ങൾ എന്തായിരുന്നു ഗിരീഷ്? ഇക്കാര്യത്തിൽ ഏറ്റവും പ്രധാനമായിട്ടുള്ളത്, ഒരിക്കൽ റെഗുലേറ്ററി കമ്മീഷൻ റദ്ദാക്കിയ കരാറുകൾ പിന്നീട് പുനഃസ്ഥാപിക്കാൻ കഴിയുന്നതല്ല എന്നുള്ളതായിരുന്നു ഈ സ്വകാര്യ കമ്പനികളുടെ ഏറ്റവും പ്രധാനപ്പെട്ട വാദം. ഇത് പല സംസ്ഥാനങ്ങളിലും ഇത്തരത്തിൽ റദ്ദാക്കിയവ ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് സ്വകാര്യ കമ്പനികൾ ഇത്തരം ഒരു വാദം ഉന്നയിച്ചത്. കാരണം ഇത് വർഷങ്ങൾക്ക് മുമ്പ് ഒപ്പിട്ട ഒരു കരാറാണ്. അത് ഏകപക്ഷീയമായി റെഗുലേറ്ററി കമ്മീഷൻ റദ്ദാക്കുകയായിരുന്നു എന്നുള്ളതാണ് സ്വകാര്യ കമ്പനികളുടെ വാദം. സ്വാഭാവികമായും ഇത് പിന്നീട് അംഗീകരിക്കാൻ തങ്ങൾക്ക് ബാധ്യതയില്ല. ഒരിക്കൽ റദ്ദാക്കിയ കരാർ എങ്ങനെയാണ് പിന്നീട് നിയമപ്രാബല്യം ഉണ്ടാകുക എന്നുള്ളതാണ് ഈ കമ്പനികൾ സ്വാഭാവികമായി ഉന്നയിച്ചത്. തുടർന്നാണ് കമ്പനികളുടെ വാദം കണക്കിലെടുത്തുകൊണ്ട് റെഗുലേറ്ററി കമ്മീഷൻ നടപടി അപ്പലേറ്റ് ട്രിബ്യൂണൽ ഇപ്പോൾ റദ്ദാക്കിയിരിക്കുന്നത്. നേരത്തെ റെഗുലേറ്ററി കമ്മീഷൻ സാങ്കേതികത്വം പാലിച്ചില്ല എന്ന കാരണം ചൂണ്ടിക്കാണിച്ചുകൊണ്ടായിരുന്നു ഈ കരാറുകൾ റദ്ദാക്കിയത്. അന്ന് ഇതിനെതിരെ ഈ സ്വകാര്യ കമ്പനികൾ എതിർപ്പ് ഉയർത്തുകയും ചെയ്തിരുന്നു. എന്നാൽ പിന്നീട് സാഹചര്യം മാറി. യൂണിറ്റിന് വൈദ്യുതിയുടെ വില വലിയ തരത്തിൽ വർദ്ധിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി. 12 രൂപ 14 രൂപ ശരാശരി പ്രതിദിനം വൈദ്യുതിക്ക് വേണ്ടി ഒരു യൂണിറ്റിന് വേണ്ടി ചെലവാക്കേണ്ട ഒരു സാഹചര്യം കൂടി സംസ്ഥാനത്തുണ്ടായി. എന്നാൽ ഈ ഒരു സാഹചര്യത്തിലാണ് ഇപ്പോൾ സ്വകാര്യ കമ്പനികൾ ഇതിനെതിരെ രംഗത്ത് വന്നത്. കാരണം അവർക്ക് 4 രൂപ 29 പൈസയ്ക്ക് വിൽക്കുമ്പോൾ ലഭിക്കുന്നതിനേക്കാൾ വളരെയധികം ലാഭം പുറത്ത് വിൽക്കുമ്പോൾ ഉണ്ടാകുന്നു. അതുകൊണ്ട് തന്നെ ഇതിനെ അവർ എതിർത്തു. സ്വാഭാവികമായും ഇത് ഇപ്പോൾ അപ്പലേറ്റ് ട്രിബ്യൂണലും അംഗീകരിച്ചിരിക്കുകയാണ്. ശരി, VA ഗിരീഷ് വിവരങ്ങൾ നൽകുകയായിരുന്നു തിരുവനന്തപുരത്ത് നിന്ന്. വൈദ്യുതി വാങ്ങലിൽ KSEBിക്കും സംസ്ഥാനത്തിനും കനത്ത തിരിച്ചടി ഉണ്ടായിരിക്കുന്നു. കുറഞ്ഞ നിരക്കിൽ വൈദ്യുതി വാങ്ങാനുള്ള ദീർഘകാല കരാറുകൾ പുനഃസ്ഥാപിച്ച റെഗുലേറ്ററി കമ്മീഷൻ നടപടി അപ്പലേറ്റ് ട്രിബ്യൂണൽ റദ്ദാക്കിയിരിക്കുകയാണ്. VA ഗിരീഷ് വിവരങ്ങൾ നൽകുകയായിരുന്നു തിരുവനന്തപുരത്ത് നിന്ന്.